എന്റെ അനിയത്തെ രക്ഷിക്കൂ, പകരം ഞാൻ വൈദികനാകാം. ഒരു സഹോദരന്റെ വാഗ്ദാനത്തിന്റെ കഥ. സ്പെയിനിലെ ഒരു സാധാരണ ക്രിസ്തീയ കുടുംബം. അവിടെ സ്നേഹവും പ്രാർത്ഥനയും നിറഞ്ഞു നിന്നിരുന്ന അന്തരീക്ഷത്തിലായിരുന്നു ജോസ് മരിയ അൽസീനയുടെ ബാല്യം. എന്നാൽ 12-ാം വയസ്സിൽ അവന്റെ ജീവിതത്തിന്റെ താളം തെറ്റിച്ചുകൊണ്ടൊരു സംഭവമുണ്ടായി. അവന്റെ പ്രിയപ്പെട്ട അനിയത്തി, 1.5 വയസ്സുകാരി, മെർസിഡസ് മരണത്തെ മുഖാമുഖം കണ്ട അവസ്ഥയിലൂടെ കടന്നുപോയി. ശ്വാസം കിട്ടാതെ പിടയുന്ന അനിയത്തിയെ കണ്ടപ്പോൾ ജോസ് മരിയയുടെ ഉള്ളുലഞ്ഞു. അവന് നേരെ ഓടിയത് മുറിയിലെ മാതാവിന്റെ രൂപത്തിനു മുന്നിലേക്കായിരുന്നു. വിതുമ്പിക്കൊണ്ടവൻ പറഞ്ഞു, അമ്മേ, എന്റെ അനിയത്തിയെ മാത്രം എനിക്ക് തിരിച്ചു തരൂ. അവൾക്ക് സുഖമായാൽ എന്റെ ജീവിതം ഞാൻ ദൈവത്തിന് നൽകാം. ഞാനൊരു വൈദികനാകാം. ഒരു കുഞ്ഞിന്റെ നിഷ്കളങ്കമായ ആ വാക്ക് സ്വർഗം കേട്ടു. പക്ഷെ ദൈവം കരുതിവെച്ച ഉത്തരം മറ്റൊന്നായിരുന്നു. മെർസിഡസ് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷെ അവളുടെ ചലനശേഷി എന്നേക്കുമായി നഷ്ടപ്പെട്ടു. ശരീരം തളർന്നെങ്കിലും അവളുടെ മുഖത്തെ പുഞ്ചിരി മാത്രം തളർന്നില്ല. സുഖം പ്രാപിക്കാനായി കുടുംബം ഒന്നടങ്കം വർഷാവർഷം ലൂർദിലേക്ക് തീർത്ഥാടനം നടത്തി. ചക്രക്കസേരയിലിരിക്കുന്ന അനിയത്തിയെ നോക്കി പലപ്പോഴും ജോസ് മരിയ നൊമ്പരപ്പെട്ടു. യൗവനത്തിലേക്ക് കടന്നപ്പോൾ മറ്റേതൊരു യുവാവിനെയും പോലെ പ്രണയവും ദാമ്പത്യവും അവനും സ്വപ്നം കണ്ടതും. അപ്പോഴൊക്കെ കുട്ടിക്കാലത്തെ ആ വാഗ്ദാനം ഒരു ഓർമ്മപ്പെടുത്തലായി ഉള്ളിൽ വന്നു. ഒരിക്കൽ ലൂർദിലെ ആ പുണ്യഭൂമിയിൽ വെച്ച് അവൻ ആകാശത്തേക്ക് നോക്കി ചോദിച്ചു, ദൈവമേ, അന്ന് ഞാൻ തന്ന വാക്ക് പാലിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ നീ എന്തുകൊണ്ട് അവളെ സുഖപ്പെടുത്തിയില്ല? ഇത്രയും വേദനകൾക്കിടയിലും അവൾ എങ്ങനെയാണ് ഇങ്ങനെ ചിരിക്കുന്നത്? ആ ചോദ്യത്തിനുള്ള ഉത്തരം അവന്റെ സഹോദരി മെർസിഡസിന്റെ കണ്ണുകളിൽ തന്നെ ഉണ്ടായിരുന്നു. താൻ ഒരുപാട് സ്നേഹിക്കപ്പെടുന്നുണ്ടെന്ന് ബോധ്യമായിരുന്നു അവളുടെ ആനന്ദം. ശാരീരികമായ പരിമിതികളല്ല, മറിച്ച് ദൈവത്തിന്റെയും കുടുംബത്തിന്റെയും സ്നേഹമാണ് ഒരാളെ പൂർണ്ണനാക്കുന്നതെന്ന് ജോസ് മരിയ തിരിച്ചറിഞ്ഞു. മറ്റുള്ളവരുടെ ഹൃദയങ്ങളിൽ സ്നേഹത്തിന്റെ വെളിച്ചം നിറയ്ക്കുക എന്നതാണ് ഒരു പുരോഹിതന്റെ ധർമ്മമെന്ന് ആ സഹോദരി തന്റെ നിശബ്ദതയിലൂടെ അവനെ പഠിപ്പിച്ചു. അങ്ങനെ ജോസ് 18-ാം വയസ്സിൽ സെമിനാരിയുടെ പടികേറി. പഠനം പൂർത്തിയാക്കി പുരോഹിതനായി അഭിഷിക്തനായ ആ ധന്യമുഹൂർത്തത്തിൽ ചക്രക്കസേരയിലിരുന്ന തന്റെ സഹോദരിക്ക് ആദ്യമായി വിശുദ്ധ കുർബാന നൽകുമ്പോൾ ജോസ് മരിയയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അന്ന് ആ കുഞ്ഞു ബാലൻ ചോദിച്ചതുപോലെയല്ല ദൈവം അത്ഭുതം പ്രവർത്തിച്ചത്. അനിയത്തിയെ പൂർണ്ണമായി സുഖപ്പെടുത്തുന്നതിന് പകരം അവളുടെ രോഗത്തിലൂടെ ഒരു വൈദികനെ ലോകത്തിന് നൽകുക എന്നതായിരുന്നു ദൈവനിശ്ചയമെന്ന് വിശ്വസിക്കുകയാണ് ജോസ്.